വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതിപരമായ ഓരോ വിഷയങ്ങളെ എടുത്ത് അലക്കുക. അതിപ്പോൾ ദേവസ്വം ബോർഡിലുമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ മൊത്തം 6000 തൊഴിലാളികളുണ്ട്. അതിൽ വളരെ കുറച്ച് 800 പേരെ ബ്രാഹ്മിൺസ് ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ ബ്രാഹ്മണന്മാരെ പള്ളു പറയുന്നതിനകത്ത് കാര്യമില്ല. പിന്നെ നായേഴ്സാണ് കൂടുതൽ. പിന്നെ അതുപോലെ ഈഴവാസമുണ്ട്. പിന്നെ മറ്റ് സമുദായങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികജാതി വർഗ്ഗക്കാർ എടുത്താൽ കുറവാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിലേക്കൊക്കെ നിയമനം നടക്കുന്നത് മത്സര പരീക്ഷകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ മത്സര പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ ജാതിപരമായിട്ട് ഇപ്പോൾ PSC നമുക്ക് സംവരണമൊക്കെ വച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ UPSC PSCയിലൊക്കെ സംവരണമുണ്ട്. സംവരണം പട്ടികജാതി വിഭാഗക്കാർക്കുണ്ട്, പിന്നോക്ക വിഭാഗക്കാർക്കുണ്ട്, OBC സംവരണമുണ്ട്. പിന്നെ ജാതിപരമായ ഒരുപാട് സംവരണമൊക്കെ, മുസ്ലിം സംവരണം, ക്രിസ്ത്യൻ ഒരുപാട് സംവരണം വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മറികടന്ന് ആരെങ്കിലുമൊക്കെ മത്സര പരീക്ഷയിൽ ജയിച്ച് ഏതെങ്കിലും മുന്നോക്ക സമുദായക്കാർ വരികയാണെങ്കിൽ അതിനെയും കുത്തിത്തിരിച്ച് ഏതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട. നമുക്ക് മുഴുവൻ ജാതി അടിസ്ഥാനത്തിൽ നായന്മാരിത്ര, ഈഴവരിത്ര, പിന്നെ ഹരിജനങ്ങൾ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ ഇത്ര, അങ്ങനെ നമുക്ക് പങ്കുവച്ച് കൊടുക്കാം. മുസ്ലിങ്ങൾ ഇത്ര, ക്രിസ്ത്യാനി ഇത്ര, അങ്ങനെയാണോ ഒരു സമൂഹത്തിൽ പോകുന്നത്? അപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ഓരോ കാലത്തിൽ ഇപ്പോൾ മുസ്ലിം പിന്നെ മുഖ്യമന്ത്രി ആയാലും എന്താ കുഴപ്പം? ഇപ്പോൾ നാളെ എം എ ബേബി CPMൻ്റെ സംസ്ഥാന അഖിലേന്ത്യാ നേതാവാണ്. ചിലപ്പോൾ എം എ ബേബി നാളെ മുഖ്യമന്ത്രി ആയെന്ന് വരാം. അതുപോലെ ഡോക്ടർ തോമസ് ഐസക് മുഖ്യമന്ത്രി ആയെന്ന് വരാം. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാം. അപ്പം അതുപോലെ തന്നെ സണ്ണി ജോസഫാണ് കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ്. അദ്ദേഹം നാളെ മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിച്ചുകൂടാന്നില്ല. AK ആൻ്റണി ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു. AK ആൻ്റണി മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആളുകൾ എല്ലാം, ഹിന്ദുക്കളെല്ലാം ഇറങ്ങി ഓടിയോ കേരളത്തിൽ നിന്ന്? അല്ലല്ലോ. ഉമ്മൻചാണ്ടി, ക്രിസ്ത്യാനിയായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു പിന്നെ ഹിന്ദുക്കളെല്ലാം കൂടി കോൺഗ്രസ് വോട്ട് ചെയ്യാതിരുന്നോ? അങ്ങനെയൊന്നുമല്ല. അപ്പം ജാതിപരമായ വല്ലാത്ത ജാതി കുത്തിവെച്ച് ഇക്വേഷൻ പറഞ്ഞ് 1:1:1:1 പോകണമെന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ജാതി വിഭജനമായിരിക്കും. അത് ശരിയല്ല. സമൂഹത്തിൽ ജാതിപരമായ പിന്നോക്കാവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിക്കണം, തീർച്ചയായും പരിഗണിക്കണം. അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാകുകയും വേണം. പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഈച്ച് ആൻഡ് എവരി പോയിന്റിലും അങ്ങനെ ചിന്തിച്ച് പോയാൽ സമൂഹത്തിൽ ക്രിയേറ്റീവായി ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ഇന്നലെ ഞാൻ ഒരു സമുദായത്തെ ഉയർത്തിപ്പറയുന്നോ താഴ്ത്തിപ്പറയുന്നോ ഒന്നുമല്ല. ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇന്നലെ ഒരു മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാൾ, ഇപ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സുണ്ട്. അദ്ദേഹത്തിന് മുന്നോക്ക സമുദായത്തിൽ പെട്ടുപോയത് കൊണ്ട് തന്നെ സാമ്പത്തികമായി ഒരു ആനുകൂല്യം കിട്ടാതെ SSLC പരീക്ഷ പോലും പഴയ കാലത്ത് എഴുതാൻ പറ്റാതെ, അങ്ങനെ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് SSLC പരീക്ഷയ്ക്ക് എത്ര ഫീസ് വേണം? 15 രൂപ മറ്റുമാണ് അന്നത്തെ ഫീസ്. അതുപോലും അടയ്ക്കാൻ ഗതിയില്ലാതെ, പരീക്ഷ എഴുതാൻ കഴിയാതെ പാസ്സാവാത്ത, ഒരു ഗതിയും പരഗതിയില്ലാതെ പഠിത്തമൊക്കെ മതിയാക്കേണ്ടി വന്ന ഒരു മുന്നോക്ക സമുദായത്തിൽപ്പെട്ട 70-75 വയസ്സുള്ള ആൾ എന്നെ വിളിച്ചിരുന്നു. ഒരിക്കലും ഞാനിത് ഒരു ജാതി മതം പറയുന്നതല്ല, പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് നമ്പൂതിരി കുടുംബങ്ങൾ, നായർ കുടുംബങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ദരിദ്ര ശിരോമണികളുണ്ട്. അപ്പോൾ ദാരിദ്ര്യം ഒരു വലിയ വിഷയമാണ് ഇവിടെ. അപ്പോൾ അതിനെയൊക്കെ ജാതിയും മതവും വർഗവും ഗോത്രവും നോക്കി കൊടുക്കാതെ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും സമ്പന്നരായ ആളുകൾക്ക് മാറ്റി നിർത്തി ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ EMS പറഞ്ഞ സാമ്പത്തിക സംവരണമാണോ, CPM പറഞ്ഞ സാമ്പത്തിക സംവരണമാണോ, NSS പറയുന്ന സാമ്പത്തിക സംവരണമാണോ എന്നുള്ള ചർച്ചയൊക്കെ വരും. പക്ഷേ എന്തായാലും ഇപ്പോൾ വളരെ പാവപ്പെട്ട ആളുകൾക്ക് ഇത് കൊടുക്കണ്ടേ? അപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ട, ഇപ്പോൾ മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗം അങ്ങനെയുള്ള വിഭാഗത്തിൽ ജോലി കൊടുക്കുമ്പോൾ, ഇപ്പോൾ ട്രൈബൽ വിഭാഗത്തിൽ ജോലി കൊടുക്കുമ്പോൾ ഒരു വീട്ടിലെടുത്ത് കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ബന്ധുമിത്രാദികൾക്കെല്ലാം ജോലിയുണ്ട്. അതേസമയം അവരെ കൂടെയുള്ള ബാക്കിയുള്ള കുറേ പേര് കോളനികളിലാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് റിവൈവ് ചെയ്യാനുള്ള സമയമായി നമുക്ക്. കാരണം കുറേ വർഷമായല്ലോ സംവരണമൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതൊക്കെ റിവൈവ് ചെയ്യേണ്ട സമയമായി. തീർച്ചയായിട്ടും വെള്ളാപ്പള്ളിയുടെ ഈ ചർച്ച അതിന് ഗുണകരമാകുമെങ്കിൽ നല്ലതാണ്. ഏത് ജാതി എടുത്താലും അതിൽ ദരിദ്രരായിട്ടുള്ള ആളുകൾ അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരുണ്ടെങ്കിൽ സമ്പത്ത് നോക്കാതെ അവർക്ക് പിന്നെ ദരിദ്രർക്ക് കൂടി മുൻതൂക്കം കൊടുക്കുന്ന, ദാരിദ്ര്യത്തിന് കൂടി മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഘടകം വന്നാൽ മാത്രമേ നമുക്ക് ദരിദ്രന്മാരെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സംവരണത്തിൻ്റെ ഗുണം ഇപ്പോൾ അനുഭവിക്കുന്നത് അതിൽ മേൽത്തട്ടിലേക്ക് പോയിട്ടുള്ളവരാണ്. അതിലൂടെയും താഴെ കോളനികളിൽ താമസിക്കുന്നവർ, പാവപ്പെട്ട ആളുകൾ, ഒറ്റ വീട് താമസിക്കുന്നവർ, വളരെ ദരിദ്രരായിട്ടുള്ള ഒരുപാട് ആളുകൾ, അതേത് സമുദായം എടുത്താലും അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൂടി പരിഗണിക്കണം. ഇൻകം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ കൂടി ആവശ്യമുണ്ട്. പക്ഷേ എല്ലാവരെയും സർക്കാർ സംവിധാനത്തിലേക്ക് ഉൾക്കൊള്ളുക എന്നുള്ളതല്ല. മറ്റൊരുപാട് തൊഴിലിടങ്ങളും തൊഴിൽ സംരംഭങ്ങളും തുടങ്ങി എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കേണ്ടത്. പക്ഷെ അല്ലാതെ ഇതിൽ ഓരോ കൊച്ചു കാര്യങ്ങളിലും ഇപ്പോൾ ജാതി, മതം, വർഗം, ഗോത്രം ഇങ്ങനെ എടുത്ത് 10 നമ്പൂരി പിന്നെ അമ്പലത്തിൽ പോറ്റി വന്നാൽ 10 ഉടൻ തന്നെ 10 നായർ വർണ്ണം, ഉടനെ 10 ഇഴവ് വർണ്ണം, 10 പട്ടികജാതി അങ്ങനെ നമുക്ക് പോകാൻ കഴിയില്ല ഒരു സമൂഹത്തിന്. അങ്ങനെ പോകുന്നത് ശരിയുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇക്വേഷൻ അല്ല നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് കഴിവുള്ള മിടുക്കരായിട്ടുള്ള ആളുകൾ ഏത് ജാതിയിൽപ്പെട്ടാലും അവർക്ക് സമൂഹത്തിൽ അവരുടെ സേവനം കിട്ടണം. അത് എല്ലാവർക്കും കിട്ടുന്നതാണ്. അത് അമ്പലമായാലും PSC ആയാലും സെക്രട്ടേറിയറ്റ് ആയാലും IAS-ലായാലും പിയൂണായാലും എവിടെയായാലും നല്ല കഴിവുള്ള ആളുകളെയും കൂടി പരിഗണിക്കുന്ന ഒരു സംവിധാനം നമുക്ക് ആവശ്യമുണ്ട്.
അപ്പോൾ അതിലേക്കൊക്കെയുള്ള ചർച്ചയായി വെള്ളാപ്പള്ളിയുടെ ചർച്ചയെ നമ്മൾ എടുക്കണം. അല്ലാതെ അദ്ദേഹം വർഗീയവാദിയാണ്, തീവ്രവാദിയാണ്, കുറ്റക്കാരനാണെന്നൊക്കെ പറഞ്ഞ് വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് കേരളത്തിൽ മതസ്പർദ്ധയുണ്ടാക്കാനും ജാതിസ്പർദ്ധ ഉണ്ടാക്കാനും വർഗീയവാദമൊക്കെ പ്രചരിപ്പിക്കാനുള്ള ഈ ഒരു മാധ്യമ വിചാരണയൊന്നും ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ ചർച്ച, വെള്ളാപ്പള്ളി ഉയർത്തിയ വിഷയം എന്താണ്, അതിനകത്ത് മെരിറ്റ് ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യപ്പെടേണ്ടത്.